നമസ്കാരം വണക്കം. ഒരു വെറൈറ്റി സാധനമൊക്കെ ഇരിപ്പുണ്ട്. ഇത് ഇതിൻ്റെ ബോഡി ഇത് അരിച്ചിറങ്ങി പോയതാണോ? എൻ്റെ ലാർവയോ അല്ലേ? എന്നാണ് സാധനം ഇത്? ഇത് ജീവിയുടെ വകഭേദമാണോ? അല്ലല്ലോ, ജീവിയുടെ നീളമില്ലേ? ഓ, ഗംഭീര ഐറ്റമൊക്കെ കേട്ടോ. നമ്മൾ സൂക്ഷിച്ച് നോക്കി കണ്ടും പതുക്കെ നടന്നു വരുവാണെങ്കിൽ ഒരുപാട് ഇൻസെക്ട്സിനെ കാണാൻ പറ്റും. നല്ല അടിപൊളി പ്രാണികൾ. അവൻ്റെ പുറത്തെ നിറം എന്നൊക്കെ പറഞ്ഞാൽ റെഡ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, നല്ല RGB കളർ റെഡ്, അതിൽ നല്ല വട്ടത്തിൽ പാറ്റേൺ. ഈ പറവൈ ബട്ടർഫ്ലൈ ഫോക്കസ് ആകും. അവിടെ പോണു. കൊള്ളാം. ആക്ച്വലി ഞാനതൊരു വ്ളോഗ് ചെയ്യണമെന്നോ യൂട്യൂബിലിടണമെന്നോ ഇടാമെന്നോ ആഗ്രഹിച്ചെടുക്കുന്നതല്ല. പിന്നെ ഞാനെങ്കിലും ക്യാമുണ്ട് കയ്യിൽ, നല്ല രസമുണ്ട്, വീഡിയോ എടുത്തേക്കാം എന്നോർത്തിടുന്നതാണ്. ചിലപ്പോൾ ഇത് വരാതിരിക്കാം, പറയാൻ പറ്റില്ല, എൻ്റെ മൂഡ് പോലെ ഇരിക്കും. അതുകൊണ്ടാണ് വീഡിയോ ഒരു പ്രോപ്പർ ലെവലുള്ള സാധനം ആയിരിക്കത്തില്ല അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ. കാരണം ഇൻട്രൊഡക്ഷൻസ് ഒന്നും ഇല്ല, ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ഒരു തമിഴിൽ എടുത്തു കഴിഞ്ഞാൽ തീർന്നു, പക്ഷേ ഉള്ളൂ. ഓ, ഈ വെള്ളം കാണുമ്പോൾ ചാടാൻ തോന്നും, പക്ഷേ ഇവന്മാർ ചാടാൻ സമ്മതിക്കുമല്ല. അങ്ങനത്തെ ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. നല്ല ഉറപ്പായിട്ടും ഇറങ്ങി കുളിക്കേണ്ട ഒരു സ്ഥലമാണ്. കുളിക്കണം, ആഗ്രഹമുണ്ട്. ഇവിടെ എന്തോ ഒരു മരത്തിൻ്റെ പേരുണ്ട്, വായിക്കാൻ പറ്റുന്നില്ല. അയ്യോ, എൻ്റെ പൊന്നു തമ്പുരാനെ, എന്നതാ വടവൃക്ഷോ? ഇങ്ങനെയായിരിക്കുമല്ലോ വടവൃക്ഷം എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരെന്തുവാടാ? നീരുമരുത്. ഓ, കേട്ടിട്ടുണ്ട്. കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നൈസ് ടു മീറ്റ് യു. നീരുമരുത്. 5 മണി വരെ നമുക്ക് ടൈമുള്ളൂ. 5 മണിക്ക് മുമ്പ് പോയി കയറണം. ഇപ്പോൾ സമയം 4:50. ഇവിടെ കാണാവോ? 4:50 ആയിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് എന്നാളും ചെല്ലത്തില്ല. പിന്നെ ഞാൻ വന്നത് ബസ്സിനാണ്. ബസ്സിന് വന്നതുകൊണ്ടും സൺഡേ ആയതുകൊണ്ടും മറയൂരിന് എപ്പോഴും ബസ്സുണ്ടോയെന്ന് അറിയത്തില്ല. നേരെ മൂന്നാറിനാണ് പോകേണ്ടത്. അവിടുന്ന് ബാക്ക് ടു എറണാകുളം. മൂന്നാർ വണ്ടി കിട്ടിയില്ലെങ്കിൽ മറയൂർ ഇറങ്ങുക. മറയൂർ സ്റ്റാൻഡിലൊരു അടിപൊളി ബജിക്കടയുണ്ട്. ചായക്കടയാണ്, പക്ഷെ നല്ല അടിപൊളി ബജി കിട്ടും. ഒരു ചേച്ചിയുടെ കടയാണ്. ചെല്ലുമ്പോൾ സമയം കിട്ടുവാണെങ്കിൽ ബസ് അവിടെ നിർത്തിയിടുവാണെങ്കിൽ ഒന്ന് കയറണം. കാട്, കറുത്ത കാട്, മനുഷ്യൻ. ആനപ്പിണ്ടോ അല്ലേ കിടക്കുന്നത്? അപ്പോൾ ഇതിൽ ആനപ്പിണ്ട കുറച്ചേ തോന്നുന്നല്ലേ, ഉണങ്ങി വല്ലാതായിരിക്കും. ഇപ്പോൾ ഒരു നീർക്കാക്ക ഇരിപ്പുണ്ടാകുന്നു. ഞങ്ങളുടെ സൗണ്ട് കേട്ടപ്പോൾ പുല്ല് പറന്നുപോയി. ആയതിനാൽ കാട്ടിൽ നിശബ്ദനായി നടക്കുക. മണൽ, ആറ്റുമണൽ പായിൽ പുള്ളി അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ കഴുത്ത് കണ്ടോ? ഒച്ചപ്പാടുമ്പോൾ ഉണ്ടാക്കണം എന്നൊരു ഇവിടെ. സാധാരണഗതിയിൽ കാട് കയറി ശീലമില്ലാത്തവരും ഒരു 2 കിലോമീറ്റർ കൂടുതൽ അടുപ്പിച്ച് നടന്ന് ശീലമില്ലാത്തവരും എന്തെങ്കിലുമൊക്കെയുള്ള പ്രോട്ടീനുള്ള ഫുഡ് കഴിച്ചിട്ട് കയറുന്നതായിരിക്കും നല്ലത്. അത് നിങ്ങൾ പാക്കറ്റ് ഫുഡ് മേടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ഓഫീസിൻ്റെ അവിടെ ഇരുന്ന് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് കയറുക. ഇതിൻ്റെ അകത്തോട്ട് കഴിവതും പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും കയറ്റാതിരിക്കുക. കാരണം പറയാൻ പറ്റുമല്ല, നമ്മളത് കളയും. അത് ചെയ്യുന്നത് ഭയങ്കര മോശമാണ്. സോ പെട്ടെന്ന് തന്നെ കഴിക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ അണയ്ക്കുന്ന പോലെ അണയ്ക്കും. ഞാൻ വിചാരിച്ച് എനിക്ക് നല്ല സ്റ്റാമിനയാണ് കോപ്പാന്നൊക്കെയാണ്, വെറുതെ പറ്റുന്നില്ല. കുറച്ച് കയറി കഴിഞ്ഞപ്പോൾ ഇതിന് പട്ടി വാ വിളിക്കുക. ഇതാണ് അവസ്ഥ. ആയതിനാൽ പ്രോട്ടീൻ ഉള്ള ഫുഡ് കഴിക്കുക. വെള്ളം കരുതുക. വെള്ളമുണ്ട് പാകത്തിന്. പക്ഷേ അവിടെ ഫുഡൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റ് കൂടിയാണ്. പക്ഷേ ഉച്ചയ്ക്ക് അവിടെ കഞ്ഞി ഉണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ കഞ്ഞി തീർന്നു. ചായ കിട്ടിയപ്പോൾ എന്നാൽ ചായ കുടിക്കാമെന്ന് വെച്ച്, പിന്നെ സമയം പോലെന്ന് വെച്ച് കുറച്ച് ചായ കുടിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ഇല്ലായിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ സമയം
സമയം വളരെ വിഷയമാണ്. 3 മണിക്കൂർ തീർക്കേണ്ട പരിപാടിയാണ്. 3 മണിക്ക് ഇറങ്ങി 6 കയറാം. ഇപ്പോൾ വന്നിട്ടാകെ കണ്ടത് മാൻകുട്ടി, ഉസ്മാൻ്റെ വീട്ടിലെ മാനെ കണ്ടു. പിന്നെ അത് പുള്ളിമാൻ. പിന്നെ കടമാനെ കണ്ടു, 2 എണ്ണം. കുറച്ച് അഗ്രസീവായിരുന്നു തോന്നുന്നു, ഭാഗ്യത്തിന് ഇടി കിട്ടിയില്ല, നല്ല സൈസുള്ളൊരു സാധനം. പിന്നെ കണ്ടത് കുറേ മയിലിനെയൊക്കെ എന്നാ കാണാനാ. പിന്നെ ഒന്നുമില്ല. ആഗ്രഹിച്ച സാധനം ഒരു കാട്ടുപോത്തിനെ കാണാനായിരുന്നു. പക്ഷെ വേറെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ചൂട് ടൈമാണ്. മൂന്നാറിൽ നല്ല തണുപ്പാന്ന് പറഞ്ഞാൽ ഇത് തമിഴ്നാട് ഏരിയ വരുമ്പോഴത്തേക്കിനും ഇവിടെ കാലാവസ്ഥ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ആനിമൽസ് ഇറങ്ങുന്നത് വളരെ കുറവാണ്. എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് അതിനെയൊക്കെ കണ്ടു. ആനയെ കാണാൻ മൃഗശാലയിൽ പോയാലും മതി. പക്ഷെ കാട്ടിൽ കൂടെ നടന്ന് കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആത്മസംതൃപ്തി കിട്ടുമല്ലോ. അതുകൊണ്ട് ഓക്കെ. പിന്നെ അതുമല്ല, വലിയ ഫണ്ട് ഇറങ്ങിയിട്ടില്ല കയ്യിൽ നിന്ന്. 1000 രൂപ താഴെ ചിലവായിട്ടുള്ളൂ. ഇവിടെ മാത്രം 300 രൂപ ആയിട്ടുള്ളൂ. ബസ്സിന് എത്ര 100 രൂപ 70 രൂപ അത്ര ആയിട്ടുള്ളൂ. ഒരാൾക്ക് പോയിട്ട് വരാനാണെങ്കിൽ ഒരു 1000 രൂപയുടെ പരിപാടിയേ ഉള്ളൂ. അതുകൊണ്ട് വലിയ കുത്തബോധമില്ല. 3 മണിക്കൂറത്തെ യാത്ര അവസാനിക്കാറായി എന്ന് മനസ്സിലാക്കാനായി റോഡ് സൈഡിൽ വണ്ടി ഓടുന്നതിന് സൗണ്ട് കേൾക്കാം, ഹോണൊക്കെ കേൾക്കാം. ഇത്ര നേരം അങ്ങനെ സംഭവം ഇല്ലായിരുന്നു. നമ്മൾ വീണ്ടും തുടങ്ങിയെടുത്ത് തന്നെ എത്തി നിൽക്കുന്നു. ജയറാമ് പറഞ്ഞ പോലെ ഓസ്ലർ എവിടെയോ എന്തോ സാധനം ഉണ്ട് കേട്ടോ കാട്ടിൽ. കുരങ്ങായിരിക്കും. ഇവിടെ കുരങ്ങന്മാരാണ് കൂടുതൽ. ആണ്ടാ അവിടെ മരം ഇറങ്ങുന്ന ഇതാണോടാ, മാനാണോ? എടാ ആനയാണോടാ? പുല്ല്, അത് മനുഷ്യനായിരുന്നു. അവിടെ ഒരു അപ്പച്ചനും അമ്മച്ചിയാണ്ട് ചുള്ളി വെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അത്രയും പൊക്കത്തിൽ തലയിടുന്നപ്പോൾ ഞാൻ ഓർത്ത് ആനയായിരിക്കും. പാവ അപ്പച്ചൻ. എന്തൊക്കെ പല വ്യാമോഹങ്ങളായിരുന്നു. ഇവിടെ ബൈനോക്കുലർ ഒന്ന് കാണിച്ചടാ. ഇത് നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് തരുന്നതാണോ? അതിൻ്റെ പേഴ്സണലാണോ? ഓ, നല്ല അത്യാവശ്യം കനമൊക്കെ ഉള്ള. ആരാ? എന്താടാ? പക്ഷി എവിടെ? പക്ഷിക്കൂടാണോ? ഓ, ദേ കുഞ്ഞൊരു കിളി ഇരിപ്പുണ്ട്. അയ്യോടാ, എന്നാ കിളി നല്ല അറിയാവോ? ഇതിൻ്റെ തള്ളക്കിളി ഇവിടെ എവിടെയെങ്കിലും കാണും. കുത്തി മേടിക്കാതെ വേഗം പോകുന്നതാണെന്നല്ല. ആടാ മോനെ, ഫോക്കസ് അങ്ങോട്ട് ശരിയാകുന്നില്ല. മാനൂലിയിടാം. അതൊരു കിളിക്കൂടാണ്. ഫസ്റ്റ് എടുത്തോട്ടെ. ഇനി ബൈനോക്കുലർ കാണിച്ചേ. സാധനം കൊള്ളാം, ഗംഭീരമായിട്ട്. ഇവിടെ നിൽക്കുക എല്ലാം കാണാമോ? ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് പട്ടാള സിനിമയ്ക്കകത്ത് മാമുക്കോയൊക്കെ വരുന്ന സീൻ ഓർമ്മ വരുന്നത്. കൊള്ളാം. നല്ല കനമുള്ള ഐറ്റം. എന്നാണ് പേര്? ഒളിമ്പസ്. കൊള്ളാം. മത്തിയിടാൻ പറ്റൂല, അല്ല മത്തിയിടായിരുന്നു, കാരണം ഇത് കണക്കുള്ള സാധനമായിരിക്കും. എന്നാടാ നിൻ്റെ ആയുധം? നമ്മളെ ഗൈഡിനെ പറഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ അവരുടെ കയ്യിലാകെ ഒരു ബൈനോക്കുലർ മാത്രം കൊടുത്തുവിടും, വേറൊന്നുമില്ല. കാരണം അതിന് മാത്രമുള്ള സംഭവമൊന്നുമില്ല. ആക്രമണകാരികളായ മൃഗങ്ങളോ പക്ഷികളോ ഒന്നും ഇപ്പം ഇല്ല. ധാരാളം കയറി കെട്ടിയിട്ടേക്കുന്നു. കണ്ട കയറി വിരിച്ചിട്ടേക്കുന്നവരുണ്ട്. ഈ മൗകൾ ഇതിൽ കൂടെ ഭൂമി ആയിക്കൊണ്ടിരുന്നത്. കാട്ടിലാരോ കുത്തിയടിച്ചേക്കുന്നു. ഗവൺമെൻറ്റിനായിരിക്കും, സ്വന്തം ഭൂമിയാണെന്നാണ് വിചാരം. പൊളിറ്റിക്കലി ഇൻകറക്റ്റായ കാര്യങ്ങളൊക്കെ എൻ്റെ വായിന്ന് വീഴാൻ ചാൻസ് ഉണ്ട്.
കാരണം ഞാനങ്ങനെ സംസാരിക്കത്തുള്ളൂ. നമ്മൾ പൊളിറ്റിക്കൽ കറക്ഷൻസൊക്കെ ഒന്നൊക്കെ നടക്കുവാണെങ്കിൽ വലിയ പാട തോന്നുന്നു അങ്ങോട്ട് പറയുക. എന്നാൽ പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക. അതാണ് എൻ്റെ പോളിസി. എനിക്ക് യൂണിഫോം ഇഷ്ടപ്പെട്ട്. ഡിക്കാത്ലോണിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ടീഷർട്ട് കിട്ടും. കാറ്റ് വരുമ്പോഴത്തേക്കിനും സാച്ചുറേഷൻ കൂടിയ കളറുള്ള ഡ്രസ്സുകളൊന്നും ഇടാതിരിക്കുക. കാരണം നമ്മൾ വരുമ്പോഴത്തേക്കിനും മൃഗങ്ങളും പക്ഷികളും എല്ലാം കണ്ടു കഴിഞ്ഞാൽ അവർ സ്ഥലം കാലിയാക്കും. പിന്നെ പെർഫ്യൂം ഒന്നും മാക്സിമം അടിക്കാതിരിക്കും. ഒന്നാമത് നമ്മുടെ വിയർപ്പിൻ്റെ ഗന്ധം ഇതുങ്ങൾ നല്ല രീതിക്ക് വലിച്ചെടുത്ത് മനസ്സിലാക്കും മനുഷ്യൻ വരുന്നുണ്ടെന്ന്. അതിൻ്റെ കൂട്ടത്തിൽ പെർഫ്യൂമും കൂടെ കടിക്കുമ്പോഴത്തേക്കിനും കീടനാശിനി വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇതിന്. സോ ഇതിനെയൊക്കെ കാണണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, വരിക. റോഡെത്തി, മെത്തി റോഡെത്തി. ഹായ്, ഇതേ ഒരു കാറ് പോകണം. ഇത്ര ഉള്ളോ? കഴിഞ്ഞോ? 5 മണിയായല്ലേ? ഇനി ആൾ കൊള്ളാലോ. വളരെ ബുദ്ധിപരമായി എന്നെക്കൊണ്ട് 5 മണിക്ക് തന്നെ ഇവിടെ എത്തിച്ച്. അവൻ ആ ചേച്ചിയോട് പറഞ്ഞുതരാം. ചേച്ചിയുടെ പേരെന്തുവാ? ഈശ്വരി. അവിടെ ഓഫീസിലിരിക്കുന്ന ചേച്ചിയാണ്. 3 മണിക്കൂറിലും കുഴപ്പമില്ല, 2.5 മണിക്കൂർ കൊണ്ട് തീർത്താലും മതിയെന്ന് പറഞ്ഞു. കാരണം അവർക്ക് ടൈം ഉണ്ടല്ലോ, ജോലി കഴിഞ്ഞ് വീട്ടിലും പോകണ്ടേ. റൈഡേഴ്സ് വിത്ത് കൊരങ്ങൻസ്. അപ്പോൾ വന്ന സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞില്ല. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ്. കണ്ടല്ലോ, ഇത് ചെക്ക് പോസ്റ്റാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് തമിഴ്നാടാണ്. റൈഡേഴ്സ് കണ്ട് ചിരിച്ച് കാണിക്കുന്നു. എന്തിനായിരിക്കും? ഇത് അവന് പിന്നെ വേണ്ട, എന്നെ കളഞ്ഞ് ഉപേക്ഷിച്ച്. എൻ്റെ ബാഗ് മാത്രം അവിടെ ഉള്ളൂ. കാരണം ആ ചേച്ചി പൂട്ടി ഇറങ്ങിപ്പോയി. വീട്ടിൽ പോകണമല്ലോ, ബസ് വളരെ കുറവാണ്. ഇതാണ് ചെക്ക് പോസ്റ്റ്. ഇവിടെ എനിക്കൊരു കസേരയൊക്കെ ഇട്ട് തന്നു ബസ് വരുന്നവരെ. എൻ്റെ ഓറഞ്ച് കളർ ഡ്രസ് ഇട്ടിരിക്കുന്ന ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചേച്ചി. നൈസ് മെമ്പേഴ്സാണ്, കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ മറയൂരിലെ ചായക്കട, ബജിക്കട. ഈ കടയിൽ മസ്റ്റായിട്ടും കയറുക, അടിപൊളിയാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ഉണ്ടെങ്കിൽ കാണാം. അതുവരെ വണക്കം.